അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, വൈറസ് രോഗങ്ങളെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ചെറുപ്പക്കാരാ, വീടിന്റെ പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ഇല്ലാതെ പുറത്തിറങ്ങാറില്ലല്ലോ, ഹാൻഡ് വാഷ് ചെയ്യാതെ പുറത്തിറങ്ങാറില്ലല്ലോ, സാമൂഹിക അകലമാണ്. പടച്ചവനെ, കൊറോണ വരുമെന്ന് ഭയക്കുന്നവര്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? വമൻഹാതുൻ അനിൽ ഇസ്മീ. അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ, പല ചെറുപ്പക്കാരും പറയുന്ന, ഉസ്താദേ, കൂട്ടുകാരുടെ കൂടെ പോയി കള്ളു കുടിക്കുന്നു, വ്യഭിചരിക്കുന്നു, സിനിമയ്ക്ക് പോകുന്നു, മോശമായ സ്വഭാവങ്ങളാണ്, വൃത്തികെട്ട സ്വഭാവങ്ങളാണ്, നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കഴിയുന്നില്ല ഉസ്താദ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സീരിയൽ കാണുന്നത് അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഉസ്താദ്, പക്ഷേ 6:30 കഴിഞ്ഞാൽ 7 മണിയായ അറിയാതെ ടിവിയുടെ മുന്നിലേക്ക് പോകുകയാണ്. എനിക്ക് നിർത്താൻ പറ്റുന്നില്ലെന്ന് പറയുന്ന ഉമ്മ, എത്ര പ്രാവശ്യം മെസ്സേജ് എഴുതരുത്, ഫോണിലൂടെ ഫോട്ടോ അയച്ചു കൊടുക്കരുത് എന്ന് കരുതിയാലും അറിയാതെ കൂട്ടുകാരുമായി ചാറ്റ് ചെയ്യുന്നു, അന്യപുരുഷന് ചിത്രങ്ങൾ അയച്ചു കൊടുക്കുന്നു, നന്നാകണമെന്നുണ്ട്, പറ്റുന്നില്ല എന്ന് പറയുന്ന പെങ്ങളെ, റസൂലുള്ള പറയുകയാ, നിനക്ക് രാത്രി 2 മണിക്കോ 3 മണിക്കോ ഒന്ന് എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിഞ്ഞ അല്ലാഹു നിനക്ക് സംരക്ഷണം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്തിനാ നീ ഭയപ്പെടുന്നത്? എന്റെ പ്രിയമുള്ളവരെ, എന്തിനാ നിങ്ങൾ ഭയപ്പെടുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ, പാപങ്ങൾ ചെയ്യുന്നവര്, തഹജ്ജുദ് നിസ്കാരം നിനക്ക് ഇന്ന് മുതൽ തുടങ്ങാൻ കഴിഞ്ഞാൽ, കള്ളുകുപ്പിയുമായി കൂട്ടുകാര് വീടിന്റെ മുന്നിൽ വന്നിട്ട് കുടിക്കാൻ പറഞ്ഞാലും നിനക്കതിന് കഴിയില്ല. അല്ലാഹു നിനക്ക് സംരക്ഷണം തരികയാണ്. അല്ലാഹു നിന്നെ പാപം ചെയ്യാൻ വിടൂല. അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നെ രക്ഷപ്പെടുത്തുമടാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് പൊന്നുമക്കളെ, നമസ്കരിക്കാൻ തീരുമാനിക്കൂ. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? വതുകഫിറു ലിസയ്യിആത്ത്. നീ ചോദിക്കുമല്ലോ, ഉസ്താദ്, എന്റെ പാപം അല്ലാഹു പുറത്തു തരുമോ? ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ട്, പല പെണ്ണുങ്ങളുമായി വ്യഭിചരിച്ചിട്ടുണ്ട്, ഞാൻ പലിശ തിന്നിട്ടുണ്ട്, എന്നെ പോലെ ഒരു വൃത്തികെട്ടവനില്ല ഉസ്താദ്. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാ. എനിക്ക് അല്ലാഹു പുറത്തു തരുമോ? എനിക്ക് അല്ലാഹു പുറത്തു തരുമോ എന്ന് ചോദിക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹു നിനക്ക് പുറത്തു തരുമടാ. എത്ര വലിയ പാപം ചെയ്താലും നിന്റെ റബ്ബ് നിനക്ക് പുറത്തു തരും മോനെ. തൗബ ചെയ്യാൻ കഴിയുമോ? രാത്രിയുടെ നിശബ്ദതയിൽ എഴുന്നേറ്റിരുന്ന് റബ്ബിന്റെ മുന്നിൽ 2 റക്അത്ത് നമസ്കരിച്ചിട്ട് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് നിന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് നിനക്കൊന്ന് കരയാൻ കഴിയുമോ? നീ എത്ര വലിയ പാപം ചെയ്തവനാകട്ടെ, എത്ര വലിയ ദ്രോഹം ചെയ്തവനാകട്ടെ, നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഭർത്താവിനെ വഞ്ചിച്ചിട്ടുണ്ടോ? ഭർത്താവിനെ വഞ്ചിച്ചിട്ടുണ്ടോ? അന്യപുരുഷനുമായിട്ട് ആവശ്യമില്ലാത്ത ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ? എല്ലാം മനസ്സിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കാറുള്ളതല്ല. ഒന്ന് തൗബ ചെയ്യാൻ കഴിയുമോ? അല്ലാഹുവിനോട് ഏറ്റു പറയാൻ കഴിയുമോ? ഒരു പേടിയും നിനക്ക് വേണ്ട. നിനക്ക് മാത്രം, നിനക്കും നിന്റെ കാമുകനും അറിയുന്ന രഹസ്യമല്ലേ? നിനക്കും നിന്റെ കാമുകിക്കും മാത്രം അറിയുന്ന രഹസ്യമല്ലേ? എന്തായാലും ജീവിതത്തിൽ പറ്റിപ്പോയി മോനെ, തിരുത്തടാ. അല്ലാഹുവിന്റെ മുന്നിൽ നിനക്കൊന്ന് കരയാൻ കഴിയുമോ? കുല്യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവാ പറഞ്ഞത്,
ഞാനല്ല പറയുന്നത്, അല്ലാഹുവാണ്. നബിയേ, അങ്ങയുടെ ദാസന്മാരോട് പറഞ്ഞു കൊടുക്ക നബിയേ, അവര് കള്ളു കുടിച്ചവരാണെങ്കിലും വ്യഭിചരിച്ചവരാണെങ്കിലും പലിശ തിന്നവരാണെങ്കിലും അഹങ്കരിച്ചവരാണെങ്കിലും അവർ എത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും എന്നോട് പറയാം, പറ നബിയേ, ഞാൻ ഗഫൂറാണ് നബിയേ, ഞാൻ പൊറുക്കുന്നവനാണ് നബിയേ, എന്നെക്കാളും പൊറുക്കുന്നവൻ ആരാവുള്ളത്? അതുകൊണ്ട് പറയുകയാ, പാപവും ചുമന്ന് നടക്കുന്ന ചെറുപ്പക്കാരാ, ഒന്നല്ലാടെ മുന്നിൽ ഇറക്കി വെക്കണാമോര്. ഏതെങ്കിലും ഒരു രാത്രി നിനക്ക് പടച്ച റബ്ബിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് കരയാൻ കഴിഞ്ഞാൽ, ഇന്നത്തെ രാത്രി നീ കരഞ്ഞാൽ ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ സർവ്വ പാപങ്ങളും അല്ലാഹു നിനക്ക് പുറത്തു തരികയാ. ഇതിനേക്കാളും നിനക്ക് എന്തേ വേണ്ടത്? ഇതിനേക്കാളും നിനക്ക് തെളിവ് വേണോ? മഹാനായ ഇമാം ശാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, പറഞ്ഞ ചരിത്രമാണെങ്കിലും നിങ്ങൾ കേട്ട ചരിത്രമാണെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ ഇത് കേട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ നന്നായാലോ, ഈ വഅദിന്റെ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു പെങ്ങള് ഈ ചരിത്രം കേട്ടിട്ട് തൗബ ചെയ്ത് മടങ്ങിയ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാണ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വരികയാണ്. ഉമർ തങ്ങളുടെ കണ്ടടങ്ങൾ നിറഞ്ഞൊഴുകുകയാണ്. ഉമർ കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഉമറേ, നീ എന്തിനാ കരയുന്നത്? ആരാണ് നിന്നെ വേദനിപ്പിച്ചത്? എന്തിനാണ് ഉമറേ നീ കരയുന്നത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഒരു ചെറുപ്പക്കാരൻ കരയുന്നത് കണ്ട് കരഞ്ഞതാ നബിയേ. ഒരു ചെറുപ്പക്കാരന്റെ കരച്ചൽ കണ്ടിട്ട് കരഞ്ഞു പോയതാ. റസൂലുള്ളാഹ് അത്ഭുതമാവുകയാ. ആരാ പറയുന്നത്? കിസ്റയെയും കൈസറിനെയും വിറപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഉമറിനെ കരയിപ്പിച്ചതാരാ? റസൂലുള്ളാഹ് പറയുന്ന വിളിച്ചുകൊണ്ട് വാ ഉമറേ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് ആ ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ട് വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. പ്രവാചകൻ ചോദിക്കുന്നു, നീ എന്തിനാ കരയുന്നത്? ഒരുപാട് നാടുകൾ കൊണ്ട് കരയുകയാണല്ലോ, എന്താണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ചെറുപ്പക്കാരൻ പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ നബിയേ? എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മയ്യത്ത് കുളിപ്പിക്കാനും മയ്യത്ത് ചുമക്കാനും മയ്യത്ത് കബറടക്കാനും ഞാൻ പന്തിയിലുണ്ടാകും നബിയേ. എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൂടെ നടക്കുകയാണ്. അവസാന കബറിന്റെ അകത്ത് മയ്യത്തിറക്കി വെച്ചു. കബറിന്റെ മുകളിൽ മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ ആ കബറിന്റെ മുകളിൽ ഞാനൊരു കമ്പ് കുത്തി വെക്കുകയാ. അവിടെ ഒരടയാളം വെക്കുകയാ. ആ കബറിന്റെ മുകളിൽ ഒരടയാളം വെച്ചിട്ട് അവസാനമാണ് ഞാൻ പിരിയുന്നത്. എല്ലാവരും വീടുകളിലേക്ക് കടന്നുപോയി. വൈകുന്നേര സമയമായി. എല്ലാവരും ഭക്ഷണം കഴിഞ്ഞ് കിടന്നുറങ്ങുമ്പോ മണ്ണ് കുടിക്കുന്ന ഒരു ആയുധവും എടുത്തുകൊണ്ട് പള്ളിപ്പറമ്പിൽ അടയാളം വെച്ച കബറിന്റെ ചാരത്ത് രാത്രി ഇങ്ങനെ കടന്നു വരികയാണ്. ആ കബറിന്റെ ചാരത്ത് കടന്നു വന്നിട്ട് അന്നടക്കിയ മയ്യത്തിന്റെ മുകളിലിട്ടിരിക്കുന്ന മണ്ണ് മുഴുവനും വെട്ടിമാറ്റുകയാ. അവിടെ നിന്ന് മണ്ണ് മുഴുവനും വെട്ടിമാറ്റി പലകെടുത്ത് മാറ്റി കബറിന്റെ അകത്തിറങ്ങിയിട്ട് ആ മയ്യത്തിന്റെ ശരീരത്തെ പൊതിഞ്ഞിരിക്കുന്ന പുതിയ വെള്ളത്തുണിയുണ്ടല്ലോ, കഫം തുണിയുണ്ടല്ലോ, ഞാനത് അടിച്ചെടുക്കും നബിയേ. അവിടെ നിന്ന് കഫം തുണികൾ അടിച്ചെടുക്കുകയാ. എന്നിട്ട് പലകെടുത്ത് നിരത്തിയിട്ട് മണ്ണ് പഴയതുപോലെ എടുത്തിട്ടിട്ട് ഞാൻ അവിടെ നിന്ന് പോകുന്ന കള്ളനാണ് നബിയേ. എന്റെ നാട്ടിലെ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന എത്രയോ കബറാളികൾ നഗ്നരാണ് നബിയേ. അവരുടെ തുണി മോട്ടിച്ച കള്ളരാ നബിയേ.
കഫം തുണി മോട്ടിക്കുന്ന ജോലിയാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് പറയുമ്പോ റസൂലുള്ള പറഞ്ഞു, അല്ലാഹു നിനക്ക് പുറത്തു തരും, നീ വെറുതെ കരയണ്ട, അല്ലാഹു നിനക്ക് പുറത്തു തരുമെന്ന് പറയുമ്പോ ഈ ചെറുപ്പക്കാരൻ പിന്നെയും കരയുകയാ. അവിടുന്ന് തലയിലൂടെ മണ്ണ് വാരിയിടുകയാണ്. മുത്തുനബിയുടെ ചാരത്തിരുന്ന് കരഞ്ഞിട്ട് പറയുന്നു, നബിയേ അല്ലാഹു എനിക്ക് പുറത്തു തരുമോ നബിയേ? എന്നെക്കാളും ഒരു പാപി ഈ ലോകത്തില്ല, ഈ ലോകത്ത് എന്നെക്കാളും പാപം ചെയ്ത ഒരു മനുഷ്യനുമില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാ, അല്ലാഹു ആർക്ക് പുറത്തു കൊടുത്താൽ എനിക്ക് റബ്ബ് പുറത്തു തരില്ല നബിയേ? ഞാൻ എത്ര വലിയ ദ്രോഹിയാ. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്തേ നീ എങ്ങനെ പറയുന്നത്? അത്രയും വലിയ എന്ത് പാപമാണ് നിന്റെ ജീവിതത്തിൽ ചെയ്തത്? അവളെന്ന് പ്രവാചകൻ ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറയുന്നു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സുന്ദരിയായ ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് മരിച്ചു നബിയേ. എനിക്ക് അവളോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു, എനിക്ക് അവളോട് വല്ലാത്ത സ്നേഹമായിരുന്നു, എനിക്ക് അവളോട് വല്ലാത്ത സ്നേഹമായിരുന്നു. വല്ലാതെ സൗന്ദര്യമുള്ള പെണ്ണാട്. അവളുടെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുപോയി നമസ്കാരം കഴിഞ്ഞു. അവസാനം 6 അടി മണ്ണിന്റെ അകത്ത് മയ്യത്തിറക്കി വെച്ച് കബറടക്കിയിട്ട് സാധാരണ പോകുന്നത് പോലെ കബറിന്റെ മുകളിൽ അടയാളം വെച്ചിട്ട് ഞാൻ മടങ്ങുകയാണ്. എല്ലാവരും വീടുകളിലേക്ക് കടന്നുപോയി. രാത്രിയായപ്പോ സാധാരണ പോകുന്നത് പോലെ മണ്ണ് കുടിക്കുന്ന ആയുധമെടുത്തുകൊണ്ട് പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്ത് കടന്നു പോയിട്ട് ആ പെണ്ണിന്റെ കബറിന്റെ മുകളിൽ കിടക്കുന്ന മണ്ണുകൾ മുഴുവനും എടുത്തു മാറ്റി, പലകയെടുത്തു മാറ്റി കബറിന്റെ അകത്തേക്ക് ഇറങ്ങിയിട്ട് ആ പെണ്ണിന്റെ ശരീരത്ത് ധരിപ്പിച്ചിരിക്കുന്ന വെള്ള കഫൻ തുണിയുണ്ടല്ലോ ഓരോന്നായി അടിച്ചെടുത്തു നബിയേ. കഫൻ തുണികൾ അടിച്ചെടുത്തു, കബറിന്റെ മുകളിലേക്ക് കയറി മണ്ണിട്ട് മൂടി. എന്നിട്ടും ഈ സാങ്കല്ലുകളെ നിരത്തി വെച്ചിരിക്കുന്ന മൈലാഞ്ചി ചെടികളുള്ള പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്തുകൂടെ ഞാനിങ്ങനെ നടന്നു പോകുമ്പോ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഉടുതുണിയില്ലാതെ ഖബറിന്റെ അകത്ത് കിടക്കുന്ന പെണ്ണിന്റെ ശരീരം എനിക്ക് ഓർമ്മ വന്നു നബിയേ. ഒരു നൂൽബന്ധം പോലും ഇല്ലാതെ പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്ത് കിടക്കുന്ന പെണ്ണ്, ആ സുന്ദരിയായ പെണ്ണിന്റെ ശരീരം ഞാൻ കണ്ടു നബിയേ. എനിക്ക് അവളോട് വല്ലാത്ത വികാരം തോന്നി, എനിക്ക് അവളോട് വല്ലാത്ത ആഗ്രഹം തോന്നി. രണ്ടാമതും ഞാൻ കബറിന്റെ ചാരത്ത് ചെന്നിട്ട് മണ്ണുകൾ വെട്ടിമാറ്റി പലകയെടുത്ത് മാറ്റി ആ കബറിന്റെ അകത്തിറങ്ങിയിട്ട് ആ മയ്യത്തിന് ഞാൻ കബറിന്റെ അകത്ത് നബിയേ റസൂലുള്ളാഹി തങ്ങളോട് പറയുമ്പോ ഖത്താബ് തങ്ങളുടെ ബോധം കെട്ട് വീഴുകയാ. റസൂലുള്ളാഹിന്റെ കൈകാല് തളർന്നു പോയി. മുത്തുനബിയിരുന്ന് കരയുകയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ കണ്ഠങ്ങൾ നിറഞ്ഞു ഒഴുകുകയാ. എന്തൊരു പാവമാ അല്ലാഹ്, എന്തൊരു പാവമാ അല്ലാഹ്. മരിച്ച് കബറിന്റെ അകത്ത് കൊണ്ട് കബറടക്കിയ പെണ്ണിന്റെ കബറ് 2 പ്രാവശ്യം പൊളിച്ചിട്ട് ആ കബറിന്റെ അകത്ത് കിടന്ന് ആ മയ്യത്തിനെ വ്യഭിചരിച്ച ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഫഹല്ലി മിനത്ത് തൗബ, അല്ല എനിക്ക് പുറത്തു തരുവോ നബിയേ, അല്ല എനിക്ക് പുറത്തു തരുവോ നബിയേ. പെരുമാതറയിലെ പെങ്ങളെ, ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട അവസാന സമയമാ. പൊന്നു പെങ്ങളെ, റസൂലുള്ള പറഞ്ഞതെന്തെന്നറിയോ? ചെറുപ്പക്കാരാ, കരയടാ, റബ്ബിന്റെ മുന്നിൽ പശ്ചാത്തപിക്കടാ. പാതിരാത്രിയുടെ നിശബ്ദതയിൽ എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് റബ്ബിന്റെ ദർബാറിലേക്ക് 2 കരങ്ങൾ ഉയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യാൻ
അല്ലാഹുവിനോട് പശ്ചാത്തപിക്കാ. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, മയ്യത്തിന് വ്യഭിചരിച്ചവന് പോലും അല്ലാഹു പുറത്തു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ എന്തിനാടാ ചെറുപ്പക്കാരാ പേടിക്കുന്നത്? മോനെ 2020 വിട പറയുകയാ. ഒരുപാട് കടുത്ത പരീക്ഷണങ്ങളാ അല്ലാഹു ഈ കൊല്ലം തന്നത്. ഈ പരീക്ഷണങ്ങൾ കടന്നു വന്നിട്ട് പോലും നിന്റെ ഹൃദയത്തിൽ ഒരു മാറ്റം വരുത്താൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഈ ജീവിതം കൊണ്ട് എന്ത് നേടിയടാ ചെറുപ്പക്കാരാ? അതുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ ആരും കാണാതെ എഴുന്നേറ്റിരുന്നിട്ട് 2 റക്അത്ത് നമസ്കരിച്ചിട്ട് പാതിരാത്രി റബ്ബിന്റെ മുന്നിൽ 2 കൈ ഉയർത്തിയിട്ടൊന്ന് കരയാൻ കഴിയണം. വെറുതെ പറഞ്ഞാ പോരാ, എങ്ങനെ പറയണമെന്നറിയോ? വെറുതെ ദുആ ചെയ്താ പോരാ, റബ്ബിനോട് പറയണം പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്നെ ഉന്തി തെല്ലി വിട്ടു ചതിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹ് എന്നെ. അല്ലാഹുവിന്റെ മുന്നിൽ 2 കൈകൾ ഉയർത്തിയിട്ട് നീ പടച്ചവനോട് പറയണമല്ലാ, കണ്ടുകുടിച്ച് റബ്ബേ, വ്യഭിചരിച്ചു റബ്ബേ, പലിശ തിന്നു റബ്ബേ, ഒരുപാട് അക്രമങ്ങൾ ചെയ്തു അല്ലാഹുവേ, നീയല്ലാതെ പൊറുക്കുന്നവനാരാ അല്ലാ? നിന്നെക്കാലം പൊറുക്കുന്ന ഒരാളും ഈ ലോകത്തില്ല അല്ലാ. പറ്റിപ്പോയതാ തമ്പുരാര്, പിഴവ് സംഭവിച്ചു പോയതാ തമ്പുരാര്, അതുകൊണ്ട് പുറത്തു താനാതാ. അല്ലാഹുവിന്റെ മുന്നിലൊന്ന് കരയാൻ കഴിഞ്ഞ എന്റെ പ്രിയപ്പെട്ട യുവത്വേ, രക്ഷപ്പെട്ടടാ പൊന്നുമോര്, അല്ലാഹു നിനക്ക് പുറത്തു തരും ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് പറയുകയാ, 2020 അവസാന വെള്ളിയാഴ്ച രാത്രിയിലാ മോര്, ഇത് കരയാറുള്ള രാത്രിയാണ്. ഇത് റബ്ബിന്റെ മുന്നിൽ ചെയ്തു പോയത് ഏറ്റുപറയാറുള്ള രാത്രിയാണ്. അങ്ങനെ പറഞ്ഞ രക്ഷപ്പെട്ടടാ പൊന്നുമോര്. ഇന്നിവിടെ ഇരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും ഏറ്റു പറഞ്ഞിട്ട് ഈ പോകുന്ന വഴിയിലെങ്ങും മരിച്ചു പോയാലും നിനക്ക് സ്വർഗപാടാ. ഈ പോകുന്ന വഴിയിലെങ്ങും മരിച്ചു പോയാൽ 100 മനുഷ്യനെ കൊന്നവൻ അല്ലാഹു സ്വർഗം കൊടുത്തത് എങ്ങനെയാണെന്ന് ചരിത്രം എടുത്തു നോക്ക്. 99 പേരെ കൊന്നു. എന്നിട്ടൊരു മനുഷ്യന്റെ മുന്നിൽ പോയിട്ട് ചോദിച്ചു, ഞാൻ 99 പേരെ കൊന്നവനാണ്, അല്ലാഹു എനിക്ക് പുറത്തു തരുമോ? ഇല്ലടാ, നിനക്ക് റബ്ബ് പുറത്തു തരില്ലെന്ന് പറയുമ്പോ എന്നാ 100 തികച്ചിട്ട് 100ാമത്തെ വരെയും വെട്ടി നുറുക്കിയിട്ട് വാളും പിടിച്ചു കൊണ്ടുപോകുമ്പോഴാ മറ്റൊരു മനുഷ്യനെ കാണുന്നത്. ഒരു ആലിമിനോട് ചോദിച്ചു, ഞാൻ 100 കൊല ചെയ്തിട്ട് വരുന്നവനാ, അല്ലാഹു എനിക്ക് പുറത്തു തരുമോ? എടാ 100അല്ല, നീ ഇതുപോലെ എത്ര വല്ലവനെ കൊന്നവനാണെങ്കിലും അല്ലാഹു നിനക്ക് പുറത്തു തരും. തൗബ ചെയ്യേണ്ടതുപോലെ ചെയ്താൽ അവസാനം ആ മനുഷ്യൻ അവിടെ നിന്ന് തൗബ ചെയ്തിട്ട് പോകുമ്പോ ആ മനുഷ്യൻ മരണപ്പെട്ടിട്ട് അല്ലാഹു എങ്ങനെയാണ് സ്വർഗം കൊടുത്തതെന്ന് ഹദീസിന്റെ കിതാബുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് മക്കളെ, മോനെ എപ്പോഴെവിടെ വെച്ചാടാ മരണം വരുന്നതെന്നറിയില്ല. ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവാ. എത്ര പെട്ടെന്നാ ഓരോ മനുഷ്യനും വീണ് മരിച്ചു പോകുന്നത്. കഴിഞ്ഞ വർഷം ഇവിടെ ഇരുന്ന പലരും ഇന്ന് പള്ളിപ്പറമ്പിലാ. എന്തേ നിനക്ക് ഓർക്കാൻ കഴിയാത്തത്? ഈ സദസ്സിലിരിക്കുന്ന പ്രായമുള്ളവരോട് ചോദിക്കട്ടെ, വാപ്പാ നിന്നെക്കാളും പ്രായം കുറഞ്ഞ എത്രയോ പേര് പള്ളിപ്പറമ്പിൽ പോയില്ലേ? എന്തേ നിനക്ക് നന്നാകാൻ കഴിയാത്തത്? എന്തേ നിന്റെ സ്വഭാവത്തിലൊരു മാറ്റം വരുത്താൻ കഴിയാത്തത്? വെറുതെ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയാറുള്ളതല്ല. എന്റെ
എന്റെ പെരുമാതറയിലെ ഉമ്മമാര്, വയത് കേൾക്കാത്ത ഉറങ്ങാത്ത ഉമ്മ, ഇഷ്ടമുള്ള ഒരുപാട് പ്രവാചകന്മാരുടെ വയത് കേൾക്കുന്നവരല്ലേ ഉമ്മ. എന്തേ ഉമ്മ മാറ്റമില്ലാത്തത്? എന്തേ നന്നാകാൻ കഴിയാത്തത്? എന്തേ നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരാത്തത്? ആ വയത് വെറും വയതായി പോകരുത്. അത് നിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് നിന്റെ സീരിയലിനോടുള്ള പ്രേമം നിനക്ക് പോകുന്നത്. എന്റെ പെങ്ങളെ, എത്രയോ മാരക രോഗം പിടിച്ചവരെ കാണുന്നില്ലോ, ക്യാൻസർ രോഗിയെ കാണുന്നില്ലോ, ട്യൂമർ രോഗം പിടിച്ചവരെ കാണുന്നില്ലോ, വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ എത്രയോ ദുആ അഭ്യർത്ഥനകൾ നീ കാണുന്നില്ലോ, പിഞ്ചു കുഞ്ഞുങ്ങളുടെ മരണ വാർത്തകൾ നീ കേൾക്കുന്നില്ലോ. എന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയാത്തത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിച്ച അല്ലാഹു നിന്റെ പാപം പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട് ദുആ ചെയ്യാ. ഒരൊറ്റ പ്രതിഫലം കൂടെ. ഇത് കേൾക്കാതെ നിങ്ങൾ പോകരുത്. ഇത് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കൂ. ഇത് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കൂ. ഇന്നത്തെ രാത്രി മുതൽ നിസ്കരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കൂ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, വമതറതു ബിൽദാഇ അലാ ജസദി, രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചാൽ, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? വലിയ വലിയ രോഗങ്ങളുണ്ടല്ലോ വാപ്പാ, ക്യാൻസർ പോലെ, ട്യൂമർ പോലെ, കിഡ്നി തകർന്നു പോകുന്നത് പോലെ മാരകമായ രോഗങ്ങളുണ്ടല്ലോ. ആ രോഗം അല്ലാഹു നിനക്ക് തരില്ല. അങ്ങനെയുള്ള രോഗങ്ങളെ തഹജ്ജുദ് നിസ്കാരം തടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാരകമായ രോഗങ്ങൾ അല്ലാഹുവേ പടച്ചവനെ, ഞാനിപ്പോ ഭക്ഷണം കഴിച്ചിട്ട് വരുന്ന വീട്ടിലെ ഉമ്മ, അല്ലാഹു ഉമ്മയ്ക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ആ ഉമ്മയ്ക്ക് എന്ത് രോഗമാകട്ടെ, പക്ഷെ ഉമ്മയുടെ മുഖത്ത് കണ്ടൊരു പുഞ്ചിരിയുണ്ട്. അല്ലാഹു ഉമ്മായിക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ വലിയ രോഗങ്ങൾ. എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, ഞാൻ വല്ലാതെ സ്നേഹിച്ചിരുന്ന ഒരു സഹോദരൻ, അദ്ദേഹം ഇന്ന് ഖബറിന്റെ അടിയിലാണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ മണ്ണറ മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. ഒരു കരൾ മാറ്റിവെക്കേണ്ട ഒരവസ്ഥ വന്നൊരു മഞ്ഞപ്പിത്തം വന്നു. മഞ്ഞപ്പിത്തം കരളിൽ ബാധിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവസാനം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ലക്ഷങ്ങൾ മുടക്കിയിട്ട് കരൾ മാറ്റിവെച്ച് കഴിഞ്ഞപ്പോ 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, 48 മണിക്കൂറിന്റെ ഉള്ളിൽ ഇത് മാറ്റിവെച്ചില്ലെങ്കിൽ ആ മനുഷ്യൻ മരിച്ചു പോകും. നമ്മൾ ചിന്തിക്കണം, നമുക്ക് വാങ്ങിക്കാൻ കഴിയുന്ന ഒരു സാധനമല്ല കരളെന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, അപ്പോഴാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വില നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അല്ലാഹു അദ്ദേഹത്തിന്റെ മണ്ണറ അല്ലാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. നമുക്കറിയുന്നില്ല കിഡ്നി എന്ന് പറയുന്നത്. ഈ പെരുമാതറയിലുള്ള എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, എൻ്റെ കൂടെ പഠിച്ച സജീർ ഉസ്താദ്, ഇവിടെ ഉണ്ടോ വീട്? സജീർ ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് ഉസ്താദില്ലേ, സജീർ മന്നാനി. എൻ്റെ കൂടെ എൻ്റെ സീനിയർ ആയിരുന്നു. മൻസൂർ ഉസ്താദിന്റെ അടുക്ക പഠിക്കുമ്പോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കിഡ്നി. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ അദ്ദേഹത്തിന് കൊടുത്തു, പക്ഷേ എന്നിട്ട് ഫെയിലായി പോയി. നിങ്ങൾ ചിന്തിക്കതൊക്കെ മാറ്റിവെക്കണമെങ്കിൽ എത്ര ലക്ഷക്കണക്കിന് രൂപയാ സഹോദര. എന്നിട്ട് രക്ഷപ്പെടാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ? മാരകമായ രോഗങ്ങൾ, ക്യാൻസർ രോഗം വല്ലാതെ പടർന്നുകൊണ്ടിരിക്കുന്നു. ചെറിയ കുട്ടികൾക്ക് വരെ വരുന്നു. എന്തെല്ലാം രോഗങ്ങൾ, നമ്മൾ കേൾക്കാത്ത പല രോഗങ്ങൾ മനുഷ്യനെ തേടി വരുന്നു. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കടാ, രാത്രി എഴുന്നേറ്റ് നീ നിസ്കരിക്ക്. വലിയ വലിയ രോഗങ്ങൾ, അതിനെ തൊട്ട് അല്ലാഹു നിന്നെ കാക്കും. അല്ലാഹു അങ്ങനത്തെ രോഗങ്ങളെ ശിഫയാക്കി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പഴയ കാലത്തെ ഉമ്മമാർ, പഴയ ആൾക്കാരൊക്കെ ആശുപത്രി പോകാൻ വിളിച്ചാൽ വരാറില്ല. ഇപ്പോഴല്ലേ ആശുപത്രി. പണ്ടൊക്കെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും രോഗം വരുമ്പോ വിളിച്ചാൽ വരില്ല. അതൊന്ന് രാത്രി എഴുന്നേറ്റിരുന്ന് ദുആ ചെയ്താൽ അല്ലാഹു മാറ്റിത്തരും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാരകമായ രോഗം പിടിച്ചവർ പുറത്തു പറയാൻ പഠിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, രാത്രി എഴുന്നേറ്റിരുന്ന് അല്ലാഹുവോട് പറ. ഏറ്റവും വലിയ ഡോക്ടർ അല്ലാഹു അല്ലേ? അല്ലാഹുവല്ലേ എനിക്ക് രോഗം തരുന്നത്. ആ അല്ലാഹുവിന് മാറ്റാൻ ഒരു രോഗത്തിന്റെയും മരുന്ന് വേണ്ടല്ലോ, അല്ലാഹുവിന് മാറ്റിത്തരാൻ കഴിയുമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ വഹിയല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല.
മുത്തുനബി കള്ളം പറയാറില്ല. ആ പ്രവാചകൻ തന്റെ പുണ്യമായ നാവ് കൊണ്ടല്ലേ പറഞ്ഞത്, തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യന് അള്ളാഹു വലിയ വലിയ രോഗങ്ങൾ അള്ളാഹു തുടച്ചു മാറ്റിക്കൊടുക്കും, ശിഫാ കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും കൊറോണയുടെ 70,000 ഇരട്ടി വലുപ്പമുള്ള വൈറസ് വന്നാലും തഹജ്ജുദ് നിസ്കരിക്കുന്ന നിന്റെ വീടിന്റെ അകത്ത് ആ രോഗം കയറൂല. നിന്റെ വീടിന്റെ അകത്ത് വരുമെന്ന് നീ ഭയപ്പെടണ്ട, ഒരിക്കലും നീ ഭയപ്പെടണ്ട. അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് നമസ്കരിക്കാൻ വരുന്ന ഒരു മനുഷ്യനും ഈ രോഗം വരില്ല. കാരണം ഈ രോഗത്തിന് മരുന്ന് പോലുമില്ല. ഈ രോഗം തരുന്നവൻ അള്ളാഹുവ. അള്ളാഹുവിന്റെ പള്ളിയിൽ വന്ന് നിസ്കരിച്ചതിന്റെ പേരിൽ അത് വന്നിട്ട് നീ മരിച്ച നിനക്ക് അള്ളാഹു സ്വർഗം തരും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, രഹസ്യമായിട്ടുള്ള ഒരു ഇബാദത്ത്, അള്ളാഹുവിനും നിനക്ക് മാത്രം അറിയുന്ന രഹസ്യമായ ഒരു ഇബാദത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ രഹസ്യമായത് ആരോടും പറയരുത്, ഞാൻ തഹജ്ജുദ്, ഞാൻ ഉറങ്ങാറില്ല, തഹജ്ജുദ് ദിവസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാതെ രഹസ്യമായിട്ടൊരു ഇബാദത്ത്. ഈ ഒരൊറ്റ രഹസ്യം മതി. നിന്റെ ഖബറിലും നിന്റെ ആഖിറത്തിലും നിന്റെ മഹ്ശറയിലും നിന്റെ സിറാത്തിലും നിന്റെ മീസാനിലും നിനക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നിൽക്കുമ്പോൾ മലക്കുകൾ ഇങ്ങനെ ചില വിഭാഗത്തും കോടാനുകോടി ജനങ്ങൾ നിൽക്കുമ്പോൾ ചിലരെ മാത്രം ഇങ്ങനെ തെരഞ്ഞെടുക്കും ബാവ എന്ന് പറഞ്ഞ്. ചില വ്യക്തികളെ മാത്രം, ചില വിവിഐപികളെ മാത്രം നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ച് വിളിക്കും, വാടാ സിറാജ്, വാടാ ഇവിടെ വാടാ ഇവിടെ വാടി എന്ന് പറഞ്ഞ് ഓരോ മനുഷ്യരെയും ഇങ്ങനെ മലക്കുകൾ വിളിച്ചിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിരത്തി നിർത്തും. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അവര് കുറഞ്ഞ സംഘമാ, അവര് കുറഞ്ഞ ആൾക്കാരാ, കുറഞ്ഞ ഒരു വിഭാഗത്തെ വിവിഐപികളാണ്. അള്ളാഹു അവരെ തെരഞ്ഞെടുത്തും മലക്കുകൾ അള്ളാഹുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും. അവരോട് അള്ളാഹു അവരോട് പറയും, ഇങ്ങനെ വിളിച്ചു നിർത്തുന്നത് കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, ആരാ നബിയെ? അവിടെന്ന് പറഞ്ഞു കൊടുത്തു, വയുനാദിൽ മുനാദി, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുമത്രേ. അവിടെന്ന് പറയുന്നു, തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഅ വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആരാരും തിരിഞ്ഞു നോക്കാനില്ലാത്ത പടച്ച റബ്ബിന്റെ പരലോകത്ത് അങ്ങനെ ഒരു വിഭാഗത്തെ വിളിച്ചു നിർത്തുമ്പോ എല്ലാവരും ചോദിക്കുന്നു, ആരാ പടച്ചവനെ? ഇതാരാ അല്ലാ? ഇവരെന്ത് സൽക്കർമ്മം ചെയ്തവരാ അല്ലാ? ആ സമയത്ത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുകയാ, വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുകയാ, അവരാരെന്നറിയുമോ? തതജാഫാ ജുനൂബുഹും അനിൽ മലാജി വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. എന്റെ പ്രിയപ്പെട്ടവര്, അവര് നാളെ വിചാരണയില്ലാതെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന വിഭാഗമാ. അതുകൊണ്ട് അവസാനമായിട്ട് നിർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് ഒരൊറ്റ സൽക്കർമ്മമേ ഞാൻ നിങ്ങളോട് പറഞ്ഞുള്ളൂ. പാതിരാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്നതിന്റെ പ്രതിഫലമാണ് പറയുന്നത്. അതുകൊണ്ട് അവസാനമായി നിർത്തുകയാ. മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മരണപ്പെടുകയാണ്. ജുനൈദുൽ ബഗ്ദാദി തങ്ങളുണ്ടല്ലോ, അവിടുന്ന് ലോകത്തോട് വിട പറയുമ്പോ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു. മയ്യത്ത് കണ്ടവർ മുഴുവനും അത്ഭുതപ്പെട്ടു പോവുകയാണ്. അങ്ങനെ പല മയ്യത്തുകൾ ഞാനും നിങ്ങൾ പലരും മരിച്ചു കിടന്നപ്പോ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു. ജീവിച്ചിരുന്ന കാലത്ത് വല്ലാത്ത കറുത്ത മുഖവുമായി നടന്ന എത്രയോ പേര് മരിച്ചു കിടന്നപ്പം പ്രകാശിക്കുന്ന മുഖത്തോടെ കണ്ടില്ലേ ചെറുപ്പക്കാരാ? നീ പോലും നോക്കിയില്ലേടാ, ഇതെന്തൊരു പ്രകാശമാ, ഇതെന്തൊരു ഗ്ലാമറാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നീ പറയുമായിരുന്നല്ലോ ഉസ്താദ്, എന്റെ ഉമ്മ മരിച്ചു കിടന്നപ്പോൾ ചിരിച്ചുകൊണ്ടാണ് കിടന്നത്. എന്റെ ഉമ്മയുടെ മുഖം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. എന്റെ ഉമ്മാടെ കവിൾത്തടങ്ങൾക്ക് മഞ്ഞ നിറമായിരുന്നു ഉസ്താദ്. പറയുന്ന പെങ്ങള്, നിന്റെ ഉമ്മയ്ക്ക് അങ്ങനെ ഒരു മരണം കിട്ടാ, നിന്റെ ഉമ്മയുടെ മുഖത്ത് അങ്ങനെ ഒരു പ്രകാശം വരാ, എന്ത് നന്മയാ
നന്മയാടി നിന്റെ ഉമ്മ ചെയ്തിരുന്നതെന്ന് ചിന്തിച്ചു നോക്ക്. നിന്റെ ഉമ്മ ഒരുപാട് സദഖ കൊടുത്തവളല്ല, ഹജ്ജ് ചെയ്തവളല്ല, ഉമ്മ ചെയ്തവളല്ല. പടച്ചവനെ, നിന്റെ ഉമ്മ ഒരുപാട് ഖുർആൻ ഓതിയ അറിവുള്ളവളായിരുന്നില്ല. എന്നിട്ടും നിന്റെ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും അല്ലാഹു അങ്ങനെ ഒരു മരണം കൊടുക്കാ. അതിന്റെ കാരണം എന്തെന്നറിയോ? ജുനൈദുൽ ബഅദാദി തങ്ങൾ മരിച്ചു കിടന്നപ്പം മുഖത്ത് വല്ലാത്ത പ്രകാശമാ. അല്ലാഹുവേ, അവിടെ നിന്ന് പ്രിയപ്പെട്ട ശിഷ്യന്മാരുണ്ടല്ലോ, ഉസ്താദിന്റെ ജനാസ കൊണ്ട് ഖബറടക്കി, ഉസ്താദിന്റെ ജനാസ കൊണ്ട് ഖബറടക്കി. അവിടുന്ന് തന്റെ ശിഷ്യന്മാരവിടുന്ന് സ്വപ്നം കാണുകയാ. അവിടുന്ന് തന്റെ ശിഷ്യന്മാരവിടുന്ന് സ്വപ്നം കാണുകയാ. ജുനൈദുൽ ബഅദാദി തങ്ങളോട്, പ്രിയപ്പെട്ട ഗുരുനാഥനോട് ശിഷ്യന്മാരെ സ്വപ്നം കണ്ടപ്പോ അവിടുന്ന് ചോദിക്കുന്നു, ഉസ്താദേ, ഉസ്താദ് മരിച്ചു കിടന്നപ്പം മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നല്ലോ, മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നല്ലോ. എങ്ങനെയാ ഉസ്താദ് ഖബറിന്റെ ജീവിതം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോ മഹാനായ ജുനൈദുൽ ബഅദാദി തങ്ങൾ പറയുകയാ, എന്റെ മരിച്ചു കിടക്കുന്ന സമയത്ത് എന്റെ മുഖത്ത് പ്രകാശം വരാറ്. എന്റെ ഖബറിന്റെ അകത്ത് എനിക്ക് സന്തോഷം കിട്ടാ. കാരണം എന്തെന്നറിയുവോ? രാത്രിയിലെ 2 റക്അത്ത് നമസ്കാരമാ. രാത്രിയിലെ 2 റക്അത്ത് നമസ്കാരമുണ്ടല്ലോ, ആ നമസ്കാരമാണ് എന്റെ പടച്ചവനെ എന്റെ മുഖത്ത് മരിച്ചു കിടന്നപ്പോ പ്രകാശം വരാനുള്ള കാരണമതാ. എന്റെ ഖബറിന്റെ അകത്ത് സ്വർഗത്തിന്റെ കവാടം തുറക്കാ കാരണമായത് ആ 2 റക്അത്ത് നമസ്കാരമായിരുന്നു എന്ന് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് ജുനൈദുൽ ബഅദാദി തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ, ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയവരോട് ഈ പാവപ്പെട്ടവന് പറയാനും നേവുള്ളൂ. എപ്പോ വേണമെങ്കിലും ആർക്ക് ചിരിക്കാൻ കഴിയും, ആർക്ക് വേണമെങ്കിലും ചിരിക്കാൻ കഴിയും. ഈ ദുനിയാവിലെ ജീവിതത്തിൽ എപ്പോ വേണമെങ്കിലും ആർക്കും വേണമെങ്കിലും ചിരിക്കാൻ കഴിയും. പക്ഷേ ഇപ്പോഴല്ല ചിരിക്കേണ്ടത്, ഇപ്പോഴല്ല ചിരിക്കേണ്ടത്. ചിരിക്കേണ്ടത് എപ്പോഴെന്നറിയുമോ? അന്തല്ലദീ വലദതു ഉമ്മുക ബകിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ وجهد لنفسك أن تكون إذا بكوا في حال موتك لاحقا مسرورا. സിറാജിൽ നിന്ന് ചിരിക്കാൻ പറ്റും, അതിന് പൈസ കൊടുക്കണ്ടല്ലോ. ആരുടെ മുന്നിലും എനിക്ക് ചിരിക്കാൻ പറ്റും. പക്ഷേ സിറാജ് ചിരിക്കേണ്ടത് ഇപ്പോഴല്ല, സിറാജ് ചിരിക്കേണ്ടത് ഇപ്പോഴല്ല. എപ്പോഴാ ചിരിക്കേണ്ടതെന്നറിയോ? എന്റെ വീടിന്റെ അകത്ത് 3 കഷ്ടം വെള്ള തുണിക്കകത്തന്നെ പൊതച്ച് കിടത്തുന്ന ഒരു ദിവസമുണ്ട്. എന്റെ മുഖത്ത് തുണിയിടുന്ന ഒരു ദിവസമുണ്ട്. എന്റെ കവിള് കെട്ടിവെച്ചിട്ട് എന്റെ തലയിലൂടെ തുണി കെട്ടിവെച്ചിട്ട് എന്റെ വീടിന്റെ അകത്തന്നെ ഇങ്ങനെ മലർത്തിക്കിടത്തുന്ന ഒരു ദിവസമുണ്ടല്ലോ. ആ ദിവസത്തിൽ എന്റെ മയ്യത്ത് കാണാൻ വരുമ്പോ എന്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ള തുണി ഉയർത്തുമ്പോ ഈ പാവപ്പെട്ടവന്റെ മുഖത്ത് ചിരി കണ്ട റസൂലുള്ള പറഞ്ഞല്ലോ, നല്ല മരണത്തിന്റെ അടയാളമായിട്ട് മുത്തുനബി എണ്ണി പറഞ്ഞ കാര്യവാടാ ചെറുപ്പക്കാരാ. പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, മോനെ, നമസ്കാരത്തിന്റെ കാര്യം മറന്നു പോകരുത്, നമസ്കാരത്തിന്റെ കാര്യം മറന്നു പോകരുത്. 5 നേരത്തെ നമസ്കാരം മുറുകെ പിടിച്ചാ മരിച്ചു കിടക്കുമ്പോ വല്ലാത്ത ചിരിയാടാ. എല്ലാരും കരയുന്ന ദിവസം ചിരിക്കാൻ കഴിയണം. പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ട വൈഫിന്റെ പിതാവുണ്ടല്ലോ ബഷീർ മൗലവി, അല്ലാ പടച്ചവനെ, 7-8 കൊല്ലമായിട്ട്, ഏകദേശം 8 കൊല്ലമായിട്ട് കിഡ്നി തകർന്നു പോയിട്ട് പടച്ചവനെ രാവും പകലും എത്രയോ ദിവസം ഡയാലിസ് ചെയ്യുന്ന മനുഷ്യനാ. അല്ലാഹുവേ, ഒരുപാട് വേദനകളായിരുന്നു പാവപ്പെട്ടവന്. പക്ഷേ പടച്ചവനെ ഒരൊറ്റ വഖത്ത് പോലും മുടക്കാറില്ല. എത്ര സുഖമില്ലെങ്കിലും പടച്ചവനെ എഴുന്നേറ്റിരുന്ന് നിസ്കരിക്കും. അവസാനം 3-4 ആഴ്ചകൾക്ക് മുമ്പ് പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ട വൈഫിന്റെ പിതാവ് എന്റെ അടുക്കൽ പറഞ്ഞു, സിറാജേ,
ഒരു മകനെ പോലെ വല്ലാത്ത സ്നേഹമായിരുന്നു. ഒരിക്കൽ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ കഫൻ തുണി വാങ്ങിച്ചു വെക്കണം, കഫൻ തുണി വാങ്ങിച്ചു വെക്കണം. ഇവിടെയൊക്കെ കിട്ടുന്ന കഫൻ തുണിക്ക് നീളം കുറവാ. അതുകൊണ്ട് കല്ലമ്പലത്തോ കടുവാപ്പള്ളിയിലോ പോയിട്ട് എന്റെ മയ്യത്ത് പൊതിയാൻ പറ്റുന്ന നീളമുള്ള ഒരു കഫൻ തുണി നീ വാങ്ങിക്കണം. പടച്ചറപ്പേ. എന്നിട്ട് പറഞ്ഞു, മരണത്തിന്റെ അടയാളങ്ങളൊക്കെ കണ്ടു തുടങ്ങിയടാ. ഞാൻ അടുത്തിരുന്ന് സംസാരിക്കുമ്പോ മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് എന്നോട് പറഞ്ഞ വാക്കാ, മരണത്തിന്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങി. എന്റെ പൊന്നുമോളെ നല്ലതുപോലെ നോക്കിക്കൊള്ളണം. ഞാൻ മരിച്ച അടുത്ത വക്കത്തിന് മുമ്പ് കബറടക്കണം. നീ ഇവിടെ ഉണ്ടെങ്കിൽ അടുത്ത വക്കത്തിന് മുമ്പ് കബറടക്കണം. പടച്ച റബ്ബേ. മരിക്കുന്നതിന്റെ അന്ന് രാവിലെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ബാങ്കിൽ പറഞ്ഞു വിട്ടിട്ട് 10,000 രൂപ എടുപ്പിച്ചു. എന്തിനാണെന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞു, എടുത്തു വെക്കെന്ന് പറഞ്ഞ് 10,000 രൂപ അവിടെ നിന്ന് രാവിലെ ബാങ്കിൽ പറഞ്ഞു വിട്ട് വാങ്ങിച്ചു വെച്ചു. റബ്ബേ, ളുഹറിന്റെ നമസ്കാരത്തിന് വേണ്ടി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് അല്ലാഹുവേ പോയി കുളിച്ചൊരുങ്ങി ഒളുവെടുത്തിട്ട് നിസ്കരിക്കാമെന്ന വഴിയാ പടച്ചവനെ മരിച്ചു കിടന്നപ്പോ എന്തൊരു പ്രകാശമായിരുന്നെന്നറിയോ. എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച പാഠമാണ്. അല്ലാഹുവേ, രോഗം പിടിച്ചു കിടന്നപ്പോഴും 5 വഖത്ത് നമസ്കാരം മുടക്കാത്ത മനുഷ്യനാ. അല്ലാഹു അദ്ദേഹത്തിന്റെ മണ്ണറ മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. പടച്ചവൻ, എനിക്ക് വല്ലാത്ത അത്ഭുതം. എന്റെ പ്രിയപ്പെട്ട പിതാവ് കുത്തി നടന്ന ഒരു കമ്പുണ്ട്. എന്റെ വാപ്പ കുത്തി നടന്ന കമ്പ. അതാണ് അദ്ദേഹം മരിക്കുന്ന കാലം വരെ കുത്തി നടന്നത്. മരിക്കുന്നതിനൊരു 3-4 ദിവസം മുമ്പ് ഞാൻ ചോദിച്ചു, ഈ കമ്പ് വീട്ടിൽ ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, 3-4 ദിവസം കഴിഞ്ഞിട്ട് എടുത്തുകൊള്ളാൻ. 3-4 ദിവസം കഴിഞ്ഞിട്ട് എടുത്തുകൊള്ളാൻ. 3ന്റെ അന്ന് തന്നെ കമ്പ് വീട്ടിൽ ബാക്കിയായി. അദ്ദേഹത്തിന് അല്ലാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവനെ, ചിറയും കീഴും അതുപോലെ തന്നെ ആറ്റിങ്ങലിലും മെഡിക്കൽ കോളേജിലുമായിട്ട് ഓരോ 3 ആഴ്ചയിലും 3 ഡയാലിസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകും. പക്ഷെ എത്ര വയ്യാതെ വന്നാലും വാപ്പ നിസ്കാരം മുടക്കാറില്ല. എത്ര സുഖമില്ലെങ്കിലും ഞങ്ങളൊക്കെ പലപ്പോഴും മടി കാണിക്കാറുണ്ടെങ്കിലും അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഭാര്യയോട് എപ്പോഴും പറയും, നീ നിന്റെ ഉപ്പാനെ കണ്ടുപിടിക്ക്. എത്ര സുഖമില്ലെങ്കിലും അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണം, ഞങ്ങളോടൊക്കെ ഒന്ന് യാത്ര പോലും പറയാതെ പെട്ടെന്നായിരുന്നു മരണം. പക്ഷെ അദ്ദേഹത്തിന്റെ വസീയത്തുകളൊക്കെ പാലിക്കാൻ പറ്റി. അസറിന് മരിച്ചു, മഗ്രിബിന് ബാങ്ക് വിളിച്ചപ്പോൾ ഖബറിലേക്ക് കൊണ്ടുപോയി. അൽഹംദുലില്ലാ. എന്നിട്ട് പോലും പള്ളി നിറച്ചായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത്, മരിക്കുമ്പോ ചിരിക്കാൻ കഴിയണം. മയ്യത്ത് കാണുന്നവൻ കൊതിക്കണം. ഇവിടെ 25 വർഷമായിട്ട് ഈ നാട്ടിൽ ഇലക്ഷൻ നിൽക്കുന്ന നിങ്ങളുടെ ജമാഅത്തിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം, സെക്രട്ടറി. അദ്ദേഹത്തോട് പറയുന്നു, 25 കൊല്ലം ഇലക്ഷനിൽ നിന്ന് വെച്ച സഹോദര, നിങ്ങൾ വിജയിക്കുന്നത് ഇലക്ഷന് വിജയിക്കുമ്പോഴല്ല, നിങ്ങൾ വോട്ട് നേടി വിജയിക്കുമ്പോഴല്ല നിങ്ങൾ വിജയിയാകുന്നത്. നിങ്ങളുടെ ജനാസ പെരുമാതുറ പള്ളിയിൽ കൊണ്ടുവെക്കുമ്പോ മയ്യത്ത് നമസ്കരിക്കാൻ വരുന്ന 40 പേര് പറയണം, നീ നല്ലവനായിരുന്നു എന്ന്. അവിടെയാണ് ഒരു മനുഷ്യന്റെ വിജയം. ഒരാള് വിജയിക്കേണ്ടത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹാ അനിന്നാർ വ ഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അപ്പോഴാ വിജയിക്കേണ്ടത്. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ, നല്ലൊരു വിജയം. നിങ്ങൾ എല്ലാവരും ഒരുപാട് വിശ്വാസത്തോടു കൂടി വിജയിപ്പിച്ച മനുഷ്യനാ. ഈ നാടിനും നാട്ടുകാർക്കും സമൂഹത്തിനും സമുദായത്തിനും നല്ലത് ചെയ്യാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തഹജ്ജുദ് നിസ്കാരം, ആ നിസ്കാരം ജീവിതത്തിൽ മുറുകെ പിടിച്ച മരിച്ചു കിടക്കുമ്പോ നിന്റെ മയ്യത്ത് കാണുന്നവൻ പോലും കൊതിക്കും നീ മരിച്ചതുപോലെ മരിക്കാൻ. അള്ളാഹു അങ്ങനെയുള്ള മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.